ഇന്നിപ്പോൾ വരുന്ന ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരം DMK മുന്നണിയിലേക്ക് പോകുന്നു. അത് നേരത്തെ വിപിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഒരു താഴ്ത്തി കാണിക്കാനോ അല്ലെങ്കിൽ അത്രയും ശക്തനായ ഒരു നേതാവിനൊപ്പം തന്നെ നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അൻവർ കടക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ കരുതിക്കൂട്ടിയുള്ള ആസൂത്രണം ചെയ്തുള്ള ഒരു നീക്കം തന്നെയാണ് അൻവറിൻ്റേത് എന്നുള്ള രീതിയിൽ തന്നെ കാണണം അതിനെ, അല്ലേ? അതെ, ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന്റെ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും CPM-ന്റെ പ്രവർത്തകരെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹം എല്ലാ ഘട്ടത്തിലും CPM-ന്റെ നേതൃത്വത്തെ, മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. CPM പ്രവർത്തകരെ അദ്ദേഹം കൂടെ കൂട്ടുകയും ഒപ്പം തന്നെ നാളെ നടക്കുന്ന ഈ പൊതുസമ്മേളനത്തിലേക്ക് സഖാക്കൾ എത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഒപ്പം അതിന്റെ നേതാക്കൾ വരുന്നതൊക്കെ CPM നേതൃത്വം മാത്രമാണ് എതിരായി നിൽക്കുന്നത്. കാരണം അവരുടെ ഒരു കാര്യക്ഷമമില്ലായ്മയാണ് താൻ ഈ പറയുന്നത്. കാരണം പോലീസിംഗിൽ ഇത്രയേറെ അപാകതകൾ നടക്കുന്നു, ആരോപണങ്ങൾ നടക്കുന്നു, താൻ ഈ കൃത്യമായ തെളിവുകൾ അടക്കം നൽകിയിട്ടും എന്ത് നടപടിയെടുത്തു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം സഖാക്കളെ തള്ളിപ്പറയുന്നില്ല, അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. ഒപ്പം ഈ മതേതരത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. RSSന്റെ ഒരു പിടിയിലേക്ക് CPM-ന്റെ നേതൃത്വത്തിലെ കുറച്ചാളുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആ ഒരു നയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അപ്പോൾ അതേ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെ ആയിരിക്കും DMK-യുമായി ഒരു ചർച്ചയിലേക്കും അദ്ദേഹം കടന്നിട്ടുണ്ടാവുക. കാരണം ഈ സംഘപരിവാറിനെതിരെ കൃത്യമായി ഒരു നിലപാടെടുക്കുകയും എപ്പോഴും കേന്ദ്രവുമായി കലഹിക്കുകയും ആ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന DMK മുന്നണിയുമായി അദ്ദേഹം ഒരു ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് PV അൻവർ കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് DMK-യുടെ ഭാഗമാകുന്നതിനാണോ എന്നുള്ള സൂചനയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനുള്ള വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചലനത്തിലേക്കാണ് PV അൻവർ ഇപ്പോൾ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പെട്ടെന്നുള്ള ഒരു യാത്രയാണ് എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തായിരിക്കും ഇനി ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒപ്പം ഈ പൊതുസമ്മേളനത്തിലേക്ക് CPM-ന്റെ നേതാക്കൾ എത്തുമോ എന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം ഉറപ്പില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. യാതൊരു വിധത്തിലുള്ള ഒരു നേതാക്കളും വരികയില്ല. കാരണം അതൊരു കേഡർ സംവിധാനമുള്ള പാർട്ടിയിൽ നിന്ന് നേതാക്കൾക്കോ അല്ലെങ്കിൽ അങ്ങനെ പരസ്യമായി വരുന്നതിനുള്ള വലിയ വിലക്കുണ്ട്. പക്ഷേ കണ്ണൂരിലുള്ള വലിയ ഒരു നേതാവിന്റെ പിന്തുണ, പ്രബലനായ ഒരു നേതാവിന്റെ പിന്തുണ അടക്കം തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വിവരം ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരു പക്ഷേ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കൊക്കെ തീ കൊളുത്തിയത് PV അൻവർ ആണെന്ന് തന്നെ പറയാം. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഉദ്യോഗസ്ഥ നിരയിലെല്ലാം തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. ADGP-ക്കെതിരായ വാർത്തകളൊക്കെ തന്നെ നമുക്കറിയാം ഇപ്പോൾ അത് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്നു, കോൺഗ്രസിലെത്തുന്നു. അതിനുശേഷമാണ് അധികം കാലമൊന്നുമായില്ല 2011-ലെ ചില അട്ടിമറികളും ചില ചലനങ്ങളൊക്കെ വന്നു. അതിനുശേഷമാണ് അൻവർ ഇടതുപക്ഷത്തേക്ക് വരുന്നത്. ആ രീതിയിൽ രാഷ്ട്രീയ ചലനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വഭാവം നോക്കിയാൽ തന്നെ പല മാറ്റങ്ങൾക്കും വിധേയനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സമ്മേളനം, വിശദീകരണ സമ്മേളനത്തിലുണ്ടായ വലിയൊരു ജനാവലി, അത് ഏതു ഭാഗത്തേക്കാകും? അൻവറിനൊപ്പം നിൽക്കുമോ? അവർ ആ രീതിയിൽ തന്നെ ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ അവർ അൻവറിനൊപ്പം നിൽക്കുമോ? അതോ CPIM പലപ്പോഴും പ്രതിരോധത്തിനായി പറഞ്ഞതുപോലെ പാർട്ടി അംഗങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരൊന്നും തന്നെ അൻവറിനൊപ്പം ഉണ്ടായിരുന്നില്ല, അന്ന് അവിടെ തടിച്ചുകൂടിയവർ ഈ വിഷയങ്ങൾ അൻവർ ഇത് എന്തു പറയുന്നു എന്ന് കേൾക്കാനുള്ള ഒരു കൗതുകത്തിൽ വന്നത് മാത്രമാണ് എന്നാണ് പ്രതിരോധം തീർത്ത് CPIM പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വരും ദിവസങ്ങൾ ഏറെ പ്രധാനമാകുന്നതും അവിടെ തന്നെയാണ്. ഇങ്ങനെയൊരു പാർട്ടിയിലേക്ക്, ഇങ്ങനെയൊരു മുന്നണിയിലേക്ക് അൻവർ ചേക്കേറുമ്പോൾ കൂടെ എത്ര പേർ നിൽക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനമാകുന്നു. വലിയൊരു ജനക്കൂട്ടം PV അൻവറിനൊപ്പം എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യങ്ങളിലൊക്കെ തന്നെ കണ്ടതുമാണ്. വിപിൻ വീണ്ടും ചേരുന്നുണ്ട്. വിപിൻ, അപ്പോൾ ഈ അടുത്ത ദിവസം നടക്കുന്ന ഒരു സമ്മേളനത്തിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ശക്തി പ്രകടനം കൂടിയാകാൻ ഉള്ള രീതിയിലാണ് PV അൻവറിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ. അപ്പോഴാണ് ഈ വിവരം കൂടി പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാകുന്നതും അങ്ങനെ തന്നെ. അതെ, DMK മുന്നണിയുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ PV അൻവർ നടത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു പാർട്ടിയായി അതിൻ്റെ നേതാവായി DMK-യുടെ MK സ്റ്റാലിൻ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഓരോ രാഷ്ട്രീയ കാര്യങ്ങളും കേരളത്തിലും സ്വാഭാവികമായിട്ടും ചർച്ചയാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ തന്നെ ഇവിടെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും CPM
ആയാലും ഇതിൻ്റെയൊക്കെ നേതൃത്വങ്ങൾ തമ്മിൽ ഒരു നെക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്കെതിരെയുള്ള ഒരു കേസുകളിലും ഒരു നടപടിയും ഉണ്ടാകാത്തത്. ഈ നെക്സസിന്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള പരിക്കുകളും പറ്റുന്നില്ല. ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിലേക്കാണോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുഭവപൂർവ്വമായിട്ടുള്ള ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കുമോ തുടങ്ങിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് കേരളത്തിന് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഭാവിയെ കുറച്ചുകൂടി നീട്ടുന്നത്. അങ്ങനെയാണ് DMK-യുമായിട്ടുള്ള നേതാക്കളുമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോകുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടി ആവുകയാണെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുന്നു. അങ്ങനെ RSS സംഘപരിവാറുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ ഭാഗമായി മാറുമോ എന്നുള്ളതാണ്. അത് ആദ്യം തന്നെ പറയുന്ന സെക്യുലറിസവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് DMK ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം നാളത്തെ പൊതുസമ്മേളനത്തിലേക്ക് അവരെ പ്രധാനപ്പെട്ട നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ടോ, അവർ വരുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് താനായിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല എന്നുള്ളത് ആദ്യം PV അൻവർ പറയുന്നു. പിന്നീട് കേരളം മുഴുവൻ ഒരു പാർട്ടിയായി മാറുകയാണെങ്കിൽ താൻ അതിൻ്റെ മുൻവശത്ത് ഉണ്ടാകും എന്നുള്ളത് പറയുന്നു. പൊടുന്നനെയാണ് 2 ദിവസത്തിനകം ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് താൻ പോകുന്നു. അങ്ങനെ ജനങ്ങളുടെ മനസ്സറിയണമെങ്കിൽ അത് വോട്ടിലൂടെ മാത്രമായിരിക്കണം. വോട്ട് ചെയ്യണമെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപം വേണം. അതിലേക്ക് താൻ കടക്കുന്നു എന്നുള്ളത് പറയുന്നു. തീർച്ചയായിട്ടും അതും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം തന്നെയായിരുന്നു. അതെങ്ങനെയായിരിക്കും അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രൂപരേഖ, ഘടന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അതൊക്കെ തൻ്റെ മനസ്സിലുണ്ട്. അത് പുറത്തേക്ക് പറയുമെന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് പിന്നീട് ഇപ്പോൾ പൊതുസമ്മേളനത്തിലേക്ക് മാറുകയും അതിൽ 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നും പറയുന്നത്. നാളെ വൈകിട്ട് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഹാളിലാണ് ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നുള്ളതാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത്. ഇങ്ങനെ 1 ലക്ഷം ആളുകൾ വെച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനം നടത്തുക, അതിന് പരമാവധി ആളുകളുടെ പിന്തുണ ഉറപ്പാക്കുക, ഒപ്പം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ചലനം സൃഷ്ടിക്കുക. ആ ചലനത്തോടു കൂടി തന്നെ നിയമസഭയിലേക്ക് UDF-ന്റെ ഭാഗമാകുമോ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം DMK നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിക്കൊണ്ട് ഇപ്പോൾ സംഭവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒരു ചെറിയൊരു മുന്നേറ്റം തന്നെ നടത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ അവിടെ നിന്നുള്ള നേതാക്കളൊക്കെ വരുമോ, അല്ലെങ്കിൽ DMK മുന്നണിയുടെ ഭാഗമാകാനുള്ള ശ്രമമാണോ, അതോ നാളത്തെ പരിപാടിയിലേക്കുള്ള ഒരു പിന്തുണ മാത്രമാണോ ചോദിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നീക്കം വളരെ രീതിയിൽ ശ്രദ്ധയാകർഷിക്കേണ്ടതാണ്, ഗൗരവമുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകുമെന്നുള്ള കാര്യത്തിലും തെല്ലും സംശയമില്ലാത്തതുമാണ്. സ്മിത, ഇവന് 2016 നിലമ്പൂരിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ചു. 3 പതിറ്റാണ്ടോളം നിന്ന് UDF-ന്റെ കുത്തക അവസാനിപ്പിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് അൻവറിൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ അത്രയും പ്രധാനമായി കാണുന്നതിൻ്റെ ഒരു കാരണവും മറിച്ചല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആൾക്കൂട്ടത്തിൻ്റെ ഒരു പിന്തുണ അതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സ്റ്റാലിൻ ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവ് എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ അൻവറിൻ്റേതായി വന്നിട്ടുണ്ട്. അപ്പോൾ തുടർ നീക്കങ്ങൾ തീർച്ചയായിട്ടും മറ്റ് മുന്നണികളിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. MK സ്റ്റാലിൻ ഇഷ്ടമുള്ളൊരു നേതാവ് എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ നമുക്കറിയാം ഈ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തന്നെ മാറി വരുന്നൊരു സാഹചര്യത്തിൽ ഇതിനെ അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല മറ്റു പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് CPIM-നും LDF സർക്കാരിനും. അതെ, അദ്ദേഹത്തെ എത്രത്തോളം അദ്ദേഹത്തെ അവഗണിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതികളൊന്നും കഴമ്പില്ല എന്നുള്ളത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുമ്പോഴും പ്രവർത്തകർക്കുള്ളിൽ എന്തുകൊണ്ട് ADGP-ക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനെ തള്ളുമ്പോഴും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് പ്രവർത്തകർ തന്നെ പുറത്തേക്ക് പറയുന്നത്. ഒപ്പം മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അൻവർ ചോദിച്ച ചോദ്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്നുള്ളത് ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതിനുള്ളൊരു കാരണമായി വിലയിരുത്തുന്നത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ പല ഭാഗങ്ങളിൽ നിന്നുണ്ട്. അത് മുസ്ലിം ലീഗിലായാലും CPM-ലെ ആയാലും അതിലൊക്കെയുള്ളൊരു അസംതൃപ്തരുടെ ഒരു കൂട്ടം PV അൻവറിനൊപ്പം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ആ വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കുക, അവരെ കൂടെ നിർത്തുക എന്നുള്ളതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്നുള്ളത് മനസ്സിലാക്കിയാണ് പൊടുന്നനെയുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുമ്പോൾ ഇനി അതിൻ്റെ ഭാവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുന്നോട്ടുള്ളൊരു യാത്ര ഏത് രീതിയിലായിരിക്കും, ഓരോ ജില്ലയിലും അത് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലും ഒരു വ്യക്തത വേണം. ആ ഒരു വ്യക്തത പൊതുസമ്മേളനത്തോടു കൂടി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഭാഗികമായിട്ടെങ്കിലും കരുതിയിരുന്നത്. അതിൻ്റെ ഈ പാർട്ടിയുടെ പേരും അതുപോലെ തന്നെ നയ രൂപീകരണവും ഒക്കെ നടക്കും എന്നുള്ളത് പ്രതീക്ഷിച്ച് നിന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇപ്പോൾ DMK-യുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും കുറച്ചുകൂടി അതായത് ഒരു ബലം തൻ്റെ പാർട്ടിക്കുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതിൻ്റെ ആദ്യ ചുവട് എന്ന് തന്നെ ഇതിനെ കാണാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ആദ്യ ചുവട്
PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഏറ്റവും സ്ട്രെങ്തായി സംഘപരിവാറിനെതിരെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന DMK മുന്നണിയുമായി അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നു. അതിന്റെ നേതാക്കളെ നേരിട്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ നാളത്തെ പൊതുസമ്മേളനത്തിന് അതിലാരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ, അവർ വരുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഇനി വരേണ്ടതുണ്ട്. PV അൻവറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ ഫോണിൽ ലഭ്യമായിരുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ ഒരു നീക്കം നടത്തി എന്നുള്ളതാണ്. അതിന്റെ ചിത്രങ്ങളൊക്കെയാണ് നമുക്ക് ഈ ലഭിക്കുകയും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചർച്ച ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ CPM-നെയൊക്കെ സംബന്ധിച്ച് ഇതൊരു ഒരു തലവേദന തന്നെയാണ്. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ മുന്നണിയുടെ ഭാഗം അല്ല എങ്കിൽ പോലും ഒരുപാട് ആളുകളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. സൂചന വരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിപിൻ സി വിജയൻ നൽകിയത്. ചെന്നൈയിലെത്തിയ PV അൻവർ മുതിർന്ന DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം.